Vanidam Margin Free Supermarket, a woman empowerment project of CFCICI and Central Bazaar. ഇതെല്ലാം അങ്ങനെയാണല്ലോ, ആവശ്യമുള്ള സമയത്തോട് ചോദിച്ചിട്ട് എടുക്കുന്നില്ല. ആ എടേ, നീ എന്തിനാ വിളിച്ചിട്ട് എടുക്കാത്തത്? അതിനുമ്പ് കയറി കിടന്നാ? എടാ സമയമൊന്നും ആയിട്ടില്ലല്ലോ ഇനി. ആ അയ്യോ, നാളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കോളേജിൽ, അതാ വിളിച്ചേ. ആ എന്ത് പരിപാടി ഇന്ന്? എടാ നാളെ നമ്മുടെ ആർട്സ് ക്ലബിന്റെ പരിപാടി. ആ അങ്ങനെ നീയല്ലേ ഏറ്റേക്കണ ഗസ്റ്റിനെപ്പോ വിളിച്ചോണ്ട് വരാന്ന്? നീ പോവോ അതോ ഞാൻ പോണോ? എടേ, കറക്റ്റ് സമയത്തിന് അവരെയൊക്കെ അവിടെ എത്തിക്കണേ. ഫണ്ട് കൊടുത്ത് വിളിക്കുന്നല്ലോ. എടാ, ഫണ്ട് കൊടുക്കാനില്ലാത്തത് കൊണ്ട് പ്രമോഷൻ എന്ന് പറഞ്ഞ പേരിൽ വിളിച്ചു വരുത്തുന്നു. ആ അവർക്കൊരു കുറവും വരുത്തരുത്, പോയി ക്ലീൻ ആയിട്ട് അവരെ കൊണ്ടുവരണം. ആ പരിപാടി നശിപ്പിക്കില്ലേ ദയവ് ചെയ്ത് പ്ലീസ്, ഇല്ലെങ്കിൽ എല്ലാവരും എൻ്റെ തലക്ക് ഇരിക്കും. പിന്നെ പാട്ടാ? ഒരു പാട്ടൊന്നും പോരാ. ഒരു പാട്ടാ കളിക്കാനാടാ? അമറിലോട് നമ്മളെ കയറി വെയ്യും. ഒരു പാട്ട്, ഒരു 2 ഡാൻസ്. ആ പിന്നെ എല്ലാവരും കൂടെ ചേർന്നല്ലോ പാട്ട് വല്ലതും പാടണമെങ്കിൽ അങ്ങനെ. റിവ്യൂ പറയാനൊന്നും ആരും റെഡിയാക്കണ്ട. എടാ പടത്തിന്റെ പ്രൊമോഷനാണ്. ചേച്ചി എടാ, നീ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്ക് കേട്ടോ. നാളെ വല്ല അബദ്ധം കാണിച്ച് നോക്കി ഞാൻ തലക്കെട്ടടിക്കും ഞാൻ. ശരി. ആ എന്തായാലും ഉണ്ടെങ്കിൽ വിളി. എന്താ ചേച്ചി? അല്ല, രാത്രിയിൽ ആരോടാ സംസാരിക്കണേന്ന് ചോദിച്ചത്? എന്റെ പൊന്ന് ചേച്ചിയെ ഒന്നും പറയണ്ട. നാളെ നമ്മുടെ കോളേജിലെ ആർട്സ് ക്ലബിന്റെ പരിപാടിയാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ. മെയിൻ ആള് ഞാനാണല്ലോ. ഇത് ഫുള്ള് കോർഡിനേറ്റ് കൊടുക്കേണ്ടത് ഞാനാണല്ലോ. കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഞാനല്ലേ. അപ്പൊ കുറച്ച് സിനിമയുടെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. സിനിമയുടെ ആൾക്കാര്? അല്ല, ഫണ്ടിനല്ല, അവരുടെ ഒരു ഫിലിമിന്റെ പ്രൊമോഷനൊക്കെ ആയിട്ട് അവര് വരും. അപ്പൊ അവരെ സേഫ് ആയിട്ട് കൊണ്ടുവരണേന്നൊക്കെ പറഞ്ഞ് ഒരുത്തന്റെ അടുത്ത് അറേഞ്ച് ചെയ്ത് അവനിപ്പൊ കേറി കിടന്നുറങ്ങി. പിന്നെ പാതിരാത്രി എല്ലാവരും കയറി കിടന്നുറങ്ങൂലേ? നിനക്ക് ഇതൊക്കെ രാവിലെ വിളിച്ച് സംസാരിച്ചൂടെടാ? ചേച്ചി ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞാണ്, എന്റെ തലയ്ക്കകത്തത് കേറണ്ടേ. അതിനാ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പാളുള്ള കാര്യം മൊത്തം എന്നെയാണ് ഏൽപ്പിച്ചേക്കണത്. എന്റെ മേലുള്ള വിശ്വാസം ഏതറ്റം വരെ പോയാലും ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. ഏത് പടത്തിന്റെ പ്രൊമോഷൻ? ഏതോ ഒരു പടത്തിന്റെ പ്രൊമോഷൻ അവരെല്ലാം കൂടെ നമ്മുടെ കോളേജിൽ പറഞ്ഞ് നമ്മുടെ ആർട്സ് ക്ലബിന്റെ പരിപാടി അത് കളറാക്കണ്ടേ. കൊറേ നല്ല ചിക്സ് കാണുമല്ലോ. അല്ല ചിക്സ് മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നല്ല പെൺപിള്ളേര് നല്ല അടിപൊളിയായിട്ട് നാളെ വരുമല്ലോ. ഡ്രസ്സൊക്കെ ചെയ്തേ വരും. അല്ല എന്നിട്ടുണ്ടോ പോടാ? ഡ്രസ് ഇട്ടുണ്ട്. ശരി, ഞാൻ പോലെ പറഞ്ഞോ പോലെ. എനിക്ക് പറയാൻ താല്പര്യമില്ല ചേച്ചി. വയ്യ നീലേ, അയ്യോ നീലു വിളിക്കാനും വയ്യ. ഏയ് ആ ശരി, എന്റെ കേശു അത് കേട്ട് മടുത്തടാ. ആ എന്റെ പൊന്നെ, നീ എടാ നിനക്ക് ഇതൊക്കെ ഇവിടെ വന്നിട്ട് പറഞ്ഞാ പോരെ? നീ എന്തിനാണ് അവിടെ നിന്ന് ശരണം വിളിക്കുന്ന പോലെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ? ഞാൻ വെക്കുവാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് ആ പിന്നെ മെർലിനില്ലേ, അത് അറിയാതെ പറഞ്ഞ. മെർലിനൊന്നുമില്ല. ആ ഞാൻ വെക്കുവാ. കേശു, അവരുടെ കോളേജിൽ പരിപാടി നടക്കുമല്ലേ? എത്രാമത്തെ തവണ വിളിക്കണേന്ന് അറിയോ? ചേച്ചി അവിടെ പരിപാടി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാന്നൊക്കെ പറയും. വലിയ വീമ്പളക്കലാണ്. മെർലിന്റെ പേരെന്താ പറഞ്ഞിട്ട് കേട്ടാ? എന്നാ സത്യമായിരിക്കും. ഞാനൊരു കാര്യം പറയാം. എവിടെ കിടക്കണ പെമ്പിളരെ പേരും പറഞ്ഞ് എന്നെ ചെറുക്കനെ വട്ടളക്കരുത്. അവ ഒരു നിഷ്കളങ്കനാണ്. എല്ലാവരും കൂടെ ചേർന്നാനെ പിച്ച് ചീന്തി കളയരുത്. നിഷ്കളങ്കനാ? ആര്? കേശുവാ? ഞാൻ വിളിച്ചത് നീ കേട്ടാ? ഓ, അത് കട്ടൻ ചായക്കുള്ള വിളിയാണെന്ന് മനസ്സിലായി. എൻ്റെ അമ്മോ, ഭർത്താവിനെ മനസ്സരണം ഇങ്ങനെ ഭാര്യ കിട്ടണമെങ്കിൽ അല്ലേ എൻ്റെ അമ്മോ ഭയങ്കര തന്നെ. എൻ്റെ അമ്മോന്നാ? ആ, ഇത് കളിയാക്കളയെന്ന് മനസ്സിലായി. മകളെ, കേശ് കോളേജിൽ തന്നെ നിൽക്കുകയാണ്. കോളേജിലെ ആർട്സ് ക്ലബ് പരിപാടി നടക്കുമല്ലേ അച്ഛാ? കോളേജ് ചരിത്രത്തിൽ ഏറ്റവും വലിയ പരിപാടി എന്നൊക്കെയാണ് അവൻ പറയണത്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഉള്ളതായിരിക്കും. പിന്നെ എന്തോള്ളതായിരിക്കും? അവൻ വെറുതെ അച്ഛനെ പോലെ തള്ളണത്. എന്തോ അതിന് അച്ഛൻ്റെ സംഭവം അച്ഛൻ്റെ തന്നി പകർപ്പല്ലേ പിള്ളേരെ അല്ലെ ഞാൻ വല്ല വിളിച്ചു പറയുന്നത്. അവനും ഇങ്ങനെ തന്നെ ഈയിടെയായിട്ട് ദേഷ്യം വന്ന വായിത്തോന്നെ വിളിച്ച് പറയാറുമുണ്ട്. അവൻ അച്ഛൻ്റെ തന്നി പകർപ്പല്ലേ. പടി കൂട്ടാൻ പിള്ളേരെ അവളെ അളിയാ. എന്താ അളിയാ ഉമ്മ എല്ലാം കൂടെ ഇവിടെ വലിഞ്ഞു കയറി വന്നിട്ട് എന്നെ നെഞ്ചത്ത് കയറാൻ നോക്കണ്. ഇതിനെ ഗൗരി വിളിച്ചേ? എനിക്ക് വിശക്കുന്നു. ദോശ എന്തെല്ലാം ഉണ്ടാക്കി.
വിളിക്കണ വിളിയിട്ടപ്പോ ഞാൻ വിചാരിച്ചു മാമൻ ഇപ്പൊ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഇപ്പൊ പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ മനുഷ്യനെ നല്ലൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ അവിടെ നിന്ന് പോകും. എവിടുന്നാ വന്നെടുത്ത എന്നെ പാഠം പഠിപ്പിക്കാൻ പോകണം. മിക്കവാറും ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് അച്ഛനെ പാഠം പഠിപ്പിക്കും. ഈ ലച്ചുവിന്റെ തല അന്ന് കണ്ട പോലെ എന്റെ പദം തുടങ്ങി. ചുമ്മാ ചേട്ടാ. നീനോട് ചോദിച്ചു നോക്കൂ. ഈ ലച്ചുവിനെ പ്രസവിച്ചിരുന്നപ്പോഴേ ഞാൻ ആശുപത്രിയിൽ പടിയുടെ മുകളിൽ താഴെ ഉരുണ്ടുകൊണ്ട് വീഴ്ച നടുവൊടിഞ്ഞു. അത് പിന്നെ ആകാശത്ത് നോക്കിയിടുന്ന കാലിട്ട് താഴത്തല്ലേ പോവുള്ളൂ, വേറെ കൊണ്ടെങ്കിലും പോകും. നിങ്ങളെ വീട്ടുകാർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ലച്ചുവിനെ പറ്റിയല്ലേ പറയണത്? ലച്ചുവിനെ പറ്റിയല്ല, നിങ്ങളെ പറ്റിയ. നിങ്ങളെ തല കണ്ടതിന് ശേഷമാണ് കുടുംബം കുട്ടിച്ചോറായെന്ന് അവിടെ പറയാൻ കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? ആര് പറഞ്ഞത് പറ. ഗൗരി എന്തേ വിശക്കണ്ടേ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഇളവി ഇവിടെ ഓർഡർ. മാമാ ഫുഡ് ഞാൻ എടുത്തുതരാം. വാ. അതാണ് ഞാൻ പറഞ്ഞേ, കുറച്ച് ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ പോയി പടവലത്ത് പോയി നിൽക്കാം. നീ പറയണത് ശരി തന്നെയാണ്. പക്ഷേ പടവലത്ത് നിന്ന് നമ്മൾ ഈ സിറ്റിയിൽ എൻ്റെ ഓഫീസ് വരെ വരണമെങ്കിൽ എത്ര രൂപ വണ്ടിക്കാശാവും? അത് പാടല്ലേ? അമ്മോ അമ്മോയ്, ഇവിടെ ഒരുത്തൻ വിജയശ്രീ ലളിതനെ വന്നിരിക്കണ കണ്ടില്ലേ? ഒന്നിറങ്ങിപ്പോടേ. കുട്ടുവാമ്മ പിന്നെ അല്ലാതെ നീ എന്തോന്നു? എന്താ ജോലി? എന്തൊരു അമ്മ. എന്താടാ പറ. അമ്മ നിങ്ങൾ വിചാരിക്കുന്നവരല്ലേ സംഭവം. വളരെ പ്രിൻസിപ്പിളേ എന്റെ തോളേതാ നിങ്ങൾ തട്ടിട്ട് എന്താ പറഞ്ഞതറിയൂ? പോവാൻ പറഞ്ഞ ഇറങ്ങി പോവാൻ പറഞ്ഞ പോവാൻ പാടുന്നാവുന്നുമല്ല. പിന്നെന്തോന്നു? അമ്മ കേളോ അമ്മ. പറ, നീ പറ, നല്ലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. പ്രിൻസിപ്പിൾ പറയാണ് വെൽ ഡൺ മൈ ബോയ്. അത്രയും കിടുക്ക് പരിപാടി അല്ലായിരുന്ന കോളേജ് പൊളിച്ചടി. നീയാണോ JCB ഇറങ്ങിയ? JCB എന്തിന് പൊളിച്ചടിക്കാൻ? വളിച്ച ചളി ഉള്ളൂല്ലേ മാമ ഇറങ്ങി പോയാ. എടാ, എന്നിട്ട് എന്ത് പരിപാടി കൊളവായാ? മാമ അവിടെ നില്ലേ. മാമ എന്താ പറഞ്ഞ? പരിപാടി കൊളവായാന്ന്. പരിപാടി കൊള്ളുവാനാ? നമ്മളേത് പരിപാടിയാ? പരിപാടി വമ്പ ഹിറ്റ് അല്ലേ അമ്മ? ആ, വമ്പ ഹിറ്റ് എന്ന് പറഞ്ഞാൽ വമ്പ ഹിറ്റ്. എന്തായാലും കോളേജിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ കോളേജിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ഞാൻ തന്നെ. പണ്ട് നിങ്ങളെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു. എന്ത് പരിപാടി എവിടെ ഉണ്ടാവട്ടെ മുന്നിലുണ്ടാവും, ചാടി അങ്ങ് പുറപ്പെടും. എന്നിട്ട് അത് കൊളാക്കും. ആര് പറഞ്ഞു കൊളവാക്കും? ഓ, ഭർത്താവിനെ കളിയാക്കിയപ്പോ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ആ, ഇഷ്ടപ്പെട്ടില്ല. എന്ത് നിന്റെ ഭർത്താവിന്റെ പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെടുവോ? എന്നാൽ ലച്ചുവിടെ സംഹാരതാണ്ട പാടും. ആ, പിന്നെന്താ? പിന്നെ എൻ്റെ പേര് സമ്മതിക്കണേ. എന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് അടിച്ചാൽ പോലും ആൾ അങ്ങനെ നിൽക്കും, കൈയും കെട്ടി. അത് നിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എടാ നീ ബാക്കി വിശേഷം പറ. പരിപാടി എങ്ങനെയുണ്ടായി? പരിപാടി ഗ്രാൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും അവിടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ടായിരുന്നു, അവിടെ കൂടി. കൂടിന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ ഫുഡ് ഉണ്ടായിരുന്നു, ബിയർ ഉണ്ടായിരുന്നു, അങ്ങനെ ഫുള്ള് സംഭവം ഉണ്ടായിരുന്നു. ബിയർ ഉണ്ടായിരുന്നു. ഓ, അപ്പൊ അടിപൊളിയായിരുന്നു. പരിപാടി അടിപൊളിയായിരുന്നു. നീ ബിയർ കുടിച്ചാടാ? ഞാനാ? ഛേ, നമുക്ക് ആ പരിപാടി ഇല്ലല്ലോ. പിന്നെ പിള്ളേരെല്ലാം കൂടെ കുറെ കൂടെ നിർബന്ധിച്ച്. അപ്പൊ അമ്മ അധികമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അടപ്പില്ലേ മറ്റേ കുപ്പിയടപ്പ്, കുഞ്ഞടപ്പ്, അതിലൊരിച്ചിരി എടുത്ത് ടേസ്റ്റ് നോക്കി. കയ്പ്പ്, ഭയങ്കര കയ്പ്പ് കേട്ടാ. എങ്ങനെ അച്ഛൻ ഇതൊക്കെ കുടിക്കണ്? ഭയങ്കര ഉത്തേജമാണ്. ചേച്ചി എന്തെങ്കിലും ചെറുക്കനെ അടിച്ചേ? എടാ കേശുടാ, ആ മണ്ടനാണല്ലേ. എന്ത് നടന്നാലും അത് കറക്റ്റായിട്ട് വീട്ടിൽ വന്ന് പറയും. പണ്ട് എനിക്ക് ഇതുപോലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്തോന്ന് അബദ്ധം? എല്ലാം പറയണോ ഇനി? നീ ചുമ്മാ മൂടും പോയി. അമ്മ തല്ലുണ്ടായിരുന്നു. ഞാൻ അബദ്ധം തോന്നുന്നു. ആ സാരില്ല, കരയണ്ട, പോട്ടെ. ഒന്നുമില്ല. എന്താടാ, ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഒന്നുമില്ലേ? എന്ത് നോക്കേണ്ട പറഞ്ഞു? ഒന്നുമില്ല എന്ന് പറഞ്ഞു.
നോക്കി കുഴപ്പമെന്ത്? നോക്കിയോണ്ട് പറഞ്ഞ ഒന്നുമില്ലെന്ന് പറഞ്ഞു. കാര്യം പറയടാ, എന്താ? എടാ മോൻ കരഞ്ഞ് കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്നു. ആരുടെ ക്യാഷ് കൊടുക്കണ? ഓ എന്ത് കുഴപ്പം? മക്കളെ ക്യാഷ് കിട്ടോ? എന്താ എന്ത് മക്കളെ നീ വാടാ. എന്ത് എന്താ? കരണക്കുറ്റി അടിച്ച് പാളിസാക്കി. ആരെ? കേശുവിൻ്റെ? അറ്റേ നിനക്ക് അവിടെ പണിയില്ലടാ കൊച്ചിനെ അടിക്കുന്നത്. ഞാനല്ല, മക്കളെ കേശുട്ടാ. അവൻ്റെ അമ്മ എന്നെ അടിച്ചത്. അമ്മയാ? ഇതിനാളോടെ കേശു മക്കളെ വാടാ, മക്കളെ വാടാ. ചേട്ടാ ആക്ച്വലി സംഭവം എന്താണ് നടന്നത്? എന്തോ ആയിക്കോട്ടെ. അവളവിടെ ചേച്ചി ഇതോ അടക്കണം. എഴുതിച്ചാടി വാടി, എഴുതിച്ചാടി ചെറുക്കവിടെ. എന്താ വാ. എവിടെ അടിച്ചത്? നീ കൊച്ചിനടിച്ചത്? ചേട്ടാ ആ എന്ത് എന്ത് നിനക്ക് നാക്കില്ലേ? പറയണേ, എന്തിനാണ് നീ കൊച്ചിനടിച്ചത് ആവശ്യമില്ലാതെ? കാര്യം ഞാൻ പറയാച്ചാ, കേശു ബിയർ കുടിച്ചു, അമ്മ അടിച്ചു. അത് പിള്ളേരെല്ലാം കൂടെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച്, അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുടിച്ചത്. കൊള്ളൂല, കൂറ സാധനം. കൂറ സാധനം? ആ നല്ല സാധനം നീ അടിച്ചിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, ഭയങ്കര കയ്പായിരുന്നു, ഓരോരുത്തരും തണുപ്പില്ലായിരുന്നു. തണുപ്പില്ലേ? അപ്പൊ തണുത്തത് അടിച്ചിട്ടുണ്ടോ നീ? ഇല്ല അച്ഛാ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്, ഭയങ്കര കയ്പായിരുന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ്, കൊള്ളായിരുന്നാ? കൊള്ളൂല. അടിച്ചാടാ നീ? അല്ല, ബീർ അടിച്ചോണ്ടാണോ നീ എന്നെ കോലക്കുട്ടി അടിച്ചു കൊടുത്തത്? ഒരു കുഞ്ഞടപ്പില് ടേസ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ശരിക്കൂട്ടാ, അവൻ്റെ ആംഗ്യം കണ്ട നീ? അവൻ കാണിച്ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ. ഇതെന്താണെന്ന് അറിയടാ? ഇത് സ്മാള്, ഇത് ചാർജ്. ഇതൊക്കെ നീ എങ്ങനെ പഠിച്ച്? അടപ്പിന്റെ നാളെ ഇങ്ങനെ 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 കാണിക്കുവൻ. ഇതൊക്കെ കുട്ടികൾ കണ്ട് അനുകരിക്കില്ല, ആൾക്കാർ അനുകരിക്കില്ല ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാ. അടപ്പിലടിച്ച ആരുടെ അടപ്പിലടിച്ച്? അത് ഇനി കുറച്ച് കഴിഞ്ഞാൽ നിപ്പലടിച്ചെന്ന് പറയുവൻ. അവൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് അവൻ അടിച്ചത്? ഒറ്റ അടി അടിച്ചു കേട്ടാ. അളിയൻ്റെ അതേ സ്വഭാവം എന്നല്ലേ പറയണത്. അപ്പോൾ ഒരടി കൊടുത്തതിൽ തെറ്റൊന്നുമില്ല. ചേച്ചി അപ്പോഴത്തെ ഇതെല്ലാം അങ്ങ് അടിച്ചു പോയതാണ്. അളിയൻ്റെ അതേ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ 24 മണിക്കൂറും കുടിച്ചോണ്ട് നടക്കണടാ. ഞാൻ ഒരു കുടിയാനാടാ. പണ്ടെങ്ങാണ്ട ഒരു തുള്ളി കഴിച്ച്, അത്രേ ഉള്ളൂ. അത് വല്ലപ്പോഴും കഴിക്കാൻ. അതാ കഴിച്ചു കഴിഞ്ഞാലോ ആരിടത്തൊന്നും മിണ്ടൂല, ഏതെങ്കിലും മൂലയിൽ ചുരുണ്ട് കൂടി കിടന്നങ്ങ് ഉറങ്ങും. ഇത്രേ ഉള്ളൂ. ആഹാ, ഒന്ന് പഴയ കാലത്തിലേട്ടൊന്ന് പോയി നോക്കിക്കേ. അച്ഛൻ കുറച്ച് ഓവറായിട്ട് കഴിച്ചാണ്ടല്ല, വഴിയിൽ കൂടെ നടക്കണ പട്ടിനെ വരെ തോളത്തിട്ട് കൊണ്ടുവരും. എന്നിട്ട് പറയും, മോളെ പിള്ളക്ക് ചോറ് കൊടുക്കാൻ. വഴി കിടക്കണ പട്ടിയാ? ആ, പട്ടിനെയും പൂച്ചനെയും ഒക്കെ എടുത്തോണ്ട് വരും. അത് ഞാൻ പഴയ കാലത്തോട്ട് പോവാം. കേശുടാ കയറിപ്പെടാത്ത അന്നേരത്തെ എൻ്റെ ദേഷ്യത്തിന് ഞാൻ അടിച്ചു പോയതാ. പിന്നെ വളർന്നു വരിക, തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കുക വേണം വളരെ. പിന്നെ മുതിർന്നതിന് ശേഷം നീ കാണിക്കുന്ന മൊത്തം റോങ്ങാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല കേശു. ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, നിന്റെ പുറകെ തന്നെ ഉണ്ടാവും ഞാൻ. എന്തരമ്മ നടന്ന കാര്യം ഞാൻ ഉള്ളവരോട് പറഞ്ഞ, അതാണ് ഇപ്പൊ പ്രശ്നം. കയറിപ്പോടാകത്ത്. എന്തോന്നമ്മ ഞാൻ സംഭവിച്ച അമ്മ സംസാരിക്കുമ്പോഴേ കയറി സംസാരിക്കുന്ന മകളല്ലേ ചുമ്മാ ചേച്ചി മോനെ അത്തിരപ്പെടാം. വാരി പിടിച്ചടച്ചണ്ട കൊച്ചു പറന്നു പോയാനാ ഇപ്പൊ. വല്ലതും കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. എന്നാലും പാവം, അതിന് നല്ല വിഷമമായി. ചേച്ചി അവ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവില്ലല്ലോ. അത് ഗൗരി, നമുക്കതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല ഗൗരി. നമ്മൾ പടവലംകാർ മദ്യമോ മറ്റ് മയക്കുമരുന്നുകളോ ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. അങ്ങനെയല്ല നമ്മൾ വളർന്നു വന്നേ. ശൂലം കൂടി ആൾക്കാരെ പോലെ അല്ല നമ്മൾ. എന്താടാ ശൂലം കുടിക്കാരത്തെ കുടികാരന്മാരാ? ശൂലംകുടിയിലൊരു കുടിയുണ്ട്. ശൂലംകുടിയിൽ ജനിച്ചു വളർന്നോളെ എന്താ ചേട്ടാ? എവിടെ പോണം എന്റെ കൊച്ചിനെ ആടിച്ച് പഞ്ചറാക്കിയിട്ട്? ചേച്ചിക്ക് അവിടെ ജോലി കിടക്കല്ലോ ചേട്ടാ. ചെറുക്കൻ്റെ കാരണം അടിച്ച് പിടിച്ചിട്ട് ജോലിയാ ഇപ്പോളാ നോക്കോ. അമ്മ കലിപ്പിലാ, സൂക്ഷിച്ചോ. എന്താട്ടോ പേടിച്ചോയാ? ആരിക്കാ ഞാനേ ഡേയ് നീ എന്താ ഞാൻ അവിടെ സംസാരിക്കുന്നപ്പോൾ കയറി കിടക്കൊക്കെ ഓടിയത്? ആ ചെറുക്കൻ കുറച്ചെന്തോ കഴിച്ചെന്ന് പറഞ്ഞോണ്ട് അടിച്ച് കവല കുറ്റി അടിച്ച് തിരിക്കണോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ദേഷ്യം വന്ന് പഠിച്ചാണെന്ന്. നീ 10-20 വയസ്സായ പയ്യന്മാരാണ്. അവന്മാരും എല്ലാം അടപ്പിലും എല്ലാം വീറും എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ദേഷ്യപ്പെട്ട് അവൻ്റെ കവല കുറ്റി അടിച്ച് തിരിക്കുകയല്ല വേണ്ടത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? നൈസാ മനസ്സിലാക്കണം.
അത് ശരിയാണ് ചേച്ചി. കേശു ഒന്നുമില്ലെങ്കിലും എല്ലാ കാര്യവും ഇവിടെ ഒന്ന് പറയണല്ലേ. നമുക്കെല്ലാം നൈസിന് പറഞ്ഞ് മനസ്സിലാക്കാം. നീ പോട്ട്, ഇനി എൻ്റെ പേരിൽ വഴക്കൊന്നും വേണ്ട. ഇങ്ങനെ ഇപ്പൊ വഴക്കൊന്നും വേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ചിലവർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലല്ലേ സമാധാനം ആവത്തുള്ളൂ. അതെ 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 അതെ. ഇതാരാ ഉദ്ദേശിച്ച് പറഞ്ഞത്? ആരാ ഉദ്ദേശിച്ച്? എന്നെ? ഞാനവിടെ പ്രശ്നം ഉണ്ടാക്കണത്? ഞാൻ പൊതുവേ പറഞ്ഞതാ. ലച്ചു ലച്ചു, കളി എന്നോട് വേണ്ട കേട്ടാ. കളിയായിട്ടും അടുക്കളയിലും വേണ്ട, എല്ലാവരും ഇറങ്ങിപ്പോ. എല്ലാവരും ഇറങ്ങിപ്പോ. കൊച്ചിനെ അടിച്ച് കവല കൂടി നീരാക്കി വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോവാൻ. അതേ, ഞാൻ സാധാരണ ഒരു അമ്മയാ. കുട്ടികൾ തെറ്റുകുറ്റങ്ങൾ കാണിച്ചാൽ അടിക്കും, ചിലപ്പോൾ ശാസിക്കും. അത് അവരോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അവർ നന്നാവാൻ വേണ്ടിയാ. അതവർക്ക് മനസ്സിലാക്കിയാൽ കൊള്ളാം. ആ പറഞ്ഞത് പോയിന്റ്. ഒരു 25 വയസ്സ് വരെയൊക്കെ അമ്മ എന്നെ അടിക്കുമായിരുന്നു. ഓ, ഇപ്പം അടിക്കാത്ത പോലെ. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്ലോ കളയാതെ. അല്ല മാമൻ ഇപ്പോഴും നിന്ന് തല്ലി മടിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതല്ലേ. ആ അടിക്കും. അതിൻ്റെ പേടി ഉണ്ടായിരുന്നു. അമ്മയെടുത്ത് അതുപോലെ ഇഷ്ടമുണ്ട്. ആര് പറഞ്ഞു? അതൊന്നാണ്. അങ്ങനെ സ്നേഹമൊന്നുമില്ല, സ്നേഹം ഇഷ്ടമൊന്നുമില്ല. അവിടെ അളിയൻ്റെ അച്ഛൻ്റെ അമ്മ എടുത്ത് സ്നേഹം ഉണ്ടാ? കൂടെ കളിക്കലാ ഇവിടെ. അല്ല ഉണ്ടാ? ആ ഉണ്ട്. നല്ലതേ. അടിയും ചന്തു വന്നു, അടി വാങ്ങണ ചന്തു വന്നു. ഒരു പണിയില്ല, വാങ്ങിച്ച് കെട്ടിക്കോളും. മകളെ നീ പോടാ. അമ്മ അപ്പുറത്തെ ദേഷ്യത്തിന് അടിച്ചേ ചെല്ല്. എനിക്ക് വിശക്കണ്, കഴിക്കാൻ വല്ലതും ഉണ്ടോ? ദോശ ഉണ്ടായിരുന്നു അതിനകത്ത് ഇരുന്ന്. ഇനിയിപ്പോൾ വേറൊന്നും ഇരിപ്പില്ല, ഞാൻ ഉണ്ടാക്കണം. ഡേ, നീയല്ലേ അവനെ അടിച്ചത്? അപ്പം അവനെ പുറത്ത് പോയി കഴിക്കാൻ വല്ല പൈസ എല്ലാം ഉണ്ടായിക്കോളൂ. കേശുവേ, ATM കാർഡ് എടുത്തുണ്ടോ മേഡം? എനിക്ക് വേണ്ട. അല്ല വേണ്ട അമ്മ. ഡേ കേശു, നീയേ ഇല്ലടാ ചോറി, നീയേ അമ്മയുടെ ATM എടുത്തിട്ട് പോ. എനിക്ക് വേണ്ട. വേണ്ടെന്ന് വേണ്ട അച്ഛൻ കാശ് തരാം. അച്ഛൻ അവിടെ മേശപ്പുറത്ത് വേണം. അച്ഛൻ കാശ് തരാം. വേണ്ട. ഇല്ല മാമൻ്റെ വേണ്ടെന്ന് പറഞ്ഞല്ലോ. പിള്ളേരുടെ അടിയിൽ. ആ പിള്ളേരുടെ അടിയിലില്ല. ഞാൻ നോട്ട് എവിടെ ഉണ്ട്? ഡ്രോയിൻ്റെ അകത്ത് ഉണ്ടാ നോട്ട്. വാ വരുന്ന എനിക്ക് വേണ്ടെന്ന്. കുറെ ഞാനിവിടെ വേണ്ട കൂണ്ട ഒരു കാര്യം മറ്റേ പരിപാടി കളിച്ച് വെച്ചിട്ട് ഇതിലിപ്പോ ഇങ്ങോട്ട് കയറി തട്ടിക്കളിക്കണ നീ. കൊടാ തലയടിച്ച് വിളിച്ചോളായി. ലിക്കർ നീ ഇങ്ങനെയാണെങ്കിൽ ലിക്കർ കൂട്ടുകാർ പറഞ്ഞാൽ നീ കഴിക്കലോടാ. അങ്ങനെയാണ് ഞാൻ കഴിക്കും. എന്താടാ നീ ഇപ്പൊ പറഞ്ഞേ? അച്ഛൻ്റെ അടുത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എത്ര നേരോട് പറയണേ ഇങ്ങനെയുള്ള കളത്തിലുണ്ടായത്? ഞാൻ ഇപ്പൊ ഇവിടെ ഒന്ന് പറയുമോ? അതങ്ങ് ആലോചിച്ചൂടി. ഇനി മേലെ മാത്രം സംസാരിച്ചിട്ടല്ല, അതിന്റെ അപ്പുറത്തെ അവളത്തെ എന്റെ കയ്യിലെ പാടായിരിക്കും പതിയാൻ പോണത്. ദേഷ്യം വരുമ്പോ ഉണ്ടല്ലോ ചേട്ടനെ പോലെ വായിത്തോന്നെ വിളിച്ചു പറയണ സ്വഭാവം നിർത്തണം കേട്ടോ. അത്ര നല്ലതല്ലേ ഇത്? ഗൗരി ചേട്ടനെ പോലെ ഒരു ഫ്ലോയ് എന്ന് പറയോ നീ? അഹങ്കാരം അല്ലാണ്ട് എന്ത്? മകൻ ലിക്കർ കഴിക്കുമെന്ന് പറഞ്ഞിട്ടും ഇരിക്കണ ഇരിപ്പുണ്ട് അതും കേട്ടോണ്ട് ഒരു ഉളുപ്പില്ലാണ്ട്. അത് കേശു മോനായതുകൊണ്ട് ഇപ്പൊ നമ്മൾ വല്ലതും ആവണായിരുന്നു. ഇത് വെച്ചാൽ തലക്കെട്ടിച്ചേരെ. അയ്യോ അങ്ങനെ പറയല്ലേ, പൊന്നു മോനല്ലേ, ഇപ്പോഴും ഒക്കത്ത് വെച്ചോണ്ട് നടക്കല്ലേ. അപ്പൊ അവൻ ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും. നല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്ന അളിയൻ തന്നെ. ഇത് പറഞ്ഞോണ്ടിരിക്കും, ചിലപ്പോ ചെയ്തു നിന്നിരിക്കും. ഓരോ പ്രായത്തിലും മക്കളെ നിയന്ത്രിക്കണ പോലെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഒരു അച്ഛൻ. എല്ലാരും ഇങ്ങനെ പറഞ്ഞ ചേട്ടൻ നല്ല ഫീലായി. ഫീൽ ആവട്ടെ, ഫീൽ ആവാൻ വേണ്ടിയല്ലേ പറയണത്. ഒരു കാര്യം ചെയ്യ്, നീയും കൂടെ അളിയൻ്റെ കൂടെ പോയി ഒന്ന് കരായി. എന്തോന്ന് ശ്രീ ചുമ്മാ ഷോ കാണിക്കണ? ഇവിടെ ആരും ഷോ കാണിച്ചു? കാര്യം പറഞ്ഞൂടെ? ഇനി നിങ്ങളെ പിന്നെ ഇതും പറഞ്ഞ വടക്കിടാൻ നിൽക്കണ്ട, പോപ്പുറത്തോട്ട്. ഞങ്ങളെന്തിനാ കൂടെ വിളിക്കണത്? നീ നിനക്ക് പോയിക്കൂടെ അങ്ങോട്ട്? ആ പോ കുറേ ഓരോന്ന് കുറെ നേരെ ഓരോ കുറക്കൂ. ചോ അച്ഛാ ഉറങ്ങണോ അച്ഛാ? ഉറങ്ങണ? ആ ഉറങ്ങണം. നീ പോ, ഞാൻ കുറച്ച് ഉറങ്ങിക്കോട്ടു. അല്ല അച്ചോ, ഞാൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞില്ലേ, ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാ. പോടാ, നിങ്ങളൊക്കെ വളർന്ന വലുത് ഇതിൻ്റെയൊക്കെ തോന്നി പാടാം ഇരിക്കുന്നത്. അച്ഛാ എന്തിനാ അങ്ങനെ പറയണേ?
ഇത് ആളെ അവരുടെ കാശു ഞാൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ. നീക്ക് എന്താണ് ചെയ്യട്ടെ? എനിക്കെന്ത്? ഇതൊന്ന് എണീറ്റേ, എണീക്കച്ചാ. ഇവിടെ കിടക്കട്ടെ, നീ പോ, എന്നിട്ട് പോ. കേശു, ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, വിട്ടുകളാ. ചെറിയ കാര്യമോ? ഒന്നാമത് ഞാനാണ് അവനെ വഷളാക്കണമെന്ന് പറച്ചിലുണ്ട്. ഡേ ലിക്വർ ടേസ്റ്റ് ചെയ്യേണ്ട ചെറിയ കാര്യമാണോ? തന്നെടാ, നിനക്ക് അങ്ങനെ വേണമെങ്കിലേ നീ പുറത്തു പോയി കഴിക്കരുത്. അച്ഛന് നാണക്കേടാണ്. ഞാൻ മാറ്റരുതാ, വീട്ടിൽ നിന്ന് കഴിയടാ. എന്തൊരു ഇങ്ങനെയൊക്കെ പറയണേ? എന്താടാ കേശു അച്ഛനും മോനും കൂടെ സംസാരം? ഓ, എല്ലാവരും കാഴ്ചക്കാരായിട്ട് നിൽക്കണല്ലേ? പിന്നെ ഭയങ്കര കൗതുകമുള്ള കാഴ്ചയല്ലേ, കണ്ട് ഞങ്ങളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തോ ശ്രീ ചുമ്മാ ഓരോന്നും കിടന്ന് പറഞ്ഞോണ്ടിരിക്കണം. അത് ശീലമായി പോയതല്ല അമ്മായി, മാറൂല. കേശു കൂടുതൽ ഇമോഷണൽ ഡ്രാമയൊന്നും കാണിക്കാൻ നിൽക്കണ്ട. നീ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ ഓട്ടോമാറ്റിക് കൈ വീശിപ്പോയി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, കരണത്തടി കൊള്ളാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയേക്കുന്ന ഇവനാണ്. ഞാൻ തന്നെ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്. ചുമ്മാരി ചോ എന്താടാ ഇതെന്തിങ്ങനെ ഇരിക്കണേ? ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കണം, കിണിക്കണ ഇങ്ങനെ ഇരിക്കടാ. എന്തരച്ചാ പിന്നെന്തേ? അച്ഛനോട് ഇങ്ങനെ ദേഷ്യത്തിലല്ലാതെ സ്നേഹത്തോടെ സംസാരിച്ചാൽ ഞാൻ അവിടെ നിന്ന് പോകും. എടാ ഇന്നോ നാളെയോ ലിക്വർ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നിടത്ത് ഞാൻ നിന്നടാ സ്നേഹത്തോടെ പെരുമാറും. ഞാൻ പറയട്ടെ കാടാ, എടാ ഇന്നോ നാളെയോ ലിക്വർ ടെസ്റ്റ് ചെയ്യാൻ എടേ ഞാൻ പറഞ്ഞത് നീ മിണ്ടാ ചേട്ടാ, മിണ്ടാടാ. നീ എടുത്ത് മൂന്നെണ്ണം തരടാ നീ ഇവിടെ. എടാ കാശു ഇവനെ ഞാൻ ഇന്ന് മണ്ടാടിച്ച് ഞാൻ പുളക്കും. എടാ ഇന്നോ നാളെയോ ലിക്വർ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന നിൻ്റെ അടുത്ത് ഞാൻ സ്നേഹത്തോടെ പെരുമാറുന്നത് രക്ഷപ്പെട്ടു. നീ പറ. ഞാൻ ഇനി പറയാനില്ല, പോ. കളിക്കലോ കാര്യം പറയാമ. ഉമ്മ ഇവിടെ സീരിയസ് ആയിട്ട് നീ അടി വാങ്ങിച്ചോട്ടെ പോളാടേ. കേശുടാ നിർത്തടാ. ഇവിടെ എല്ലാവരെക്കാളും വിശ്വാസം ഞങ്ങൾക്ക് നിന്നെ തന്നെയാ. പക്ഷെ നീ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോഴാ. കുറച്ചുകൂടെ കയറട്ട് അച്ഛാ. എന്താ അച്ഛാ കയറി വരെയാണ് സെന്റിമെന്റ്സ് അടിക്കാൻ പറ്റണില്ലല്ലേ കയറാൻ? സമ്മതിക്കുന്നില്ലല്ലോ. സമ്മതിക്കില്ലല്ലേ? കുറെ നേരം നിന്നെ നോക്കണം. എൻ്റെ കള്ളക്കരച്ച് കരയാൻ വേണ്ടി നീ ഇങ്ങനെ കയറി വരെയാണ്, പിന്നെ ഡൗൺ ആയി പോകും. പിന്നെയും കരയാൻ ശ്രമിക്കുകയാണ്. നടക്കൂല, കര ആദ്യം. എന്നിട്ട് വാ അച്ഛനെ വിളിച്ചോണ്ട്. വലിയ പുരുഷൻ കളിക്കാൻ നോക്കിയതാ ചാപ്പാളിപ്പോയി. ലച്ചു എന്തോന്ന് ലച്ചു, ചുമ്മാ എന്തെങ്കിലും വിഷയം ഉണ്ടായാലും കടിച്ചു നോക്കി പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉണ്ടായിരുന്നൂടെ? അത് കറക്റ്റാണ്. എന്തെങ്കിലും കിട്ടിയാ പിന്നെ വിടൂല. ഓ ഹലോ, അല്ല ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോയാണ്. ആ അതവിടെ വിങ്ങി പൊട്ടി കരഞ്ഞു തുടങ്ങി കേട്ടാ. എന്താടാ ആള് മൂക്കട ആക്കണം ഞാൻ തലയിട്ട് അടിച്ചിരിക്കാൻ നോക്കോ മക്കളെ പോട്ടെ. അച്ഛൻ ഇതുപോലെ പണ്ട് ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടേ. പോട്ടെ ഇനി അങ്ങനെ ചെയ്തായിരുന്നാ മതി കേട്ടാ. കുട്ടാവൻ്റെ അടുത്ത് പോ, കുട്ടാവനെ ആശ്വസിപ്പിക്കും. പോടാ കുട്ടാവൻ്റെ അടുത്തല്ലേ, കുട്ടാവൻ്റെ അടുത്തല്ലേ. ഒരു കാര്യം, ഈ ഒരു സന്തോഷത്തില്ലേ ഒരു സാധനം കൂടെ വാങ്ങിച്ച് രണ്ടുപേരും കൂടെ അടിച്ച് രസിക്കും. സന്തോഷമല്ലടാ കേട്ടാ, കുഴപ്പമില്ല. ഇന്നും ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ടേസ്റ്റിനെന്തേ കുടിക്കൂ. ഞാൻ അല്ല സാധനം വാങ്ങിച്ചു തന്നെ കുടിക്കുമെന്ന്. ഇന്നെന്ത് കുടിക്കാത്ത? കുടിച്ചോണ്ട് പോവാ, അപ്പം കാണാം. ആ എന്നിട്ടാണ് നീ കാണാൻ. എന്നാലും കുടിക്കലെന്ന് പറയുന്നത്, എന്നാലും കുടിക്കലെന്ന് പറയുന്നത് കുടിച്ചോണ്ട അപ്പൊ കാണാന്ന്. അപ്പൊ കുടിക്കേ എന്താന്ന് വെച്ചാ ഇത്? മക്കളെ കാശു കുഴപ്പമില്ലടാ, എല്ലാവർക്കും ഒരു തെറ്റ് പറ്റും. പലരും നമ്മളെ പല കാര്യങ്ങളും വച്ച് നീട്ടി പ്രലോഭിപ്പിക്കാൻ നോക്കും. നമ്മളതൊന്നും വീഴരുത്. മദ്യമായിക്കോട്ടെ എന്തായാലും നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിനെ മറന്നൊന്നും ചെയ്യരുത് കേട്ടാ. കുടുംബത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ആ കേട്ടല്ലേ? ആ അത്രേ ഉള്ളൂ. ഇത്തിരി പറയാം. ആ അത്രേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഉമ്മങ്ങൾ കൊടുത്താൽ മതിയായിരുന്നു. Vanidam Margin Free Supermarket, a woman empowerment project of CFCICI and Central Bazaar. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.